നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു മന്ത്രിയോ വിഐപിയോ വഴിയിൽ ഇറങ്ങിയാൽ പിന്നെ അവിടെ ട്രാഫിക് നിയമങ്ങളും സാധാരണക്കാരൻ്റെ സമയത്തിനും യാതൊരു വിലയുമില്ലാതാകുന്നത്. കിലോമീറ്ററുകളോളം നീളുന്ന ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് സാധാരണക്കാർ വിയർക്കുമ്പോൾ വാഹനങ്ങളുടെ അകമ്പടിയോടെ മന്ത്രിമാർ ചീറിപ്പായും. എന്നാൽ കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്നത് മറ്റൊന്നാണ്. ഒരു സാധാരണ സ്ത്രീ ഒരു മന്ത്രിയോട് മുഖത്തു നോക്കി പറഞ്ഞു, ഇറങ്ങിപ്പോകൂ, നിങ്ങൾ കാരണം ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്. BJPയുടെ തിരഞ്ഞെടുപ്പ് റാലിക്കിടെ നടന്ന ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? സംഭവം നടക്കുന്നത് മുംബൈയിലാണ്. BJPയുടെ വമ്പൻ പ്രചാരണ റാലി നടക്കുന്നു. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന നേതാക്കളുമൊക്കെ അണിനിരുന്ന ഒരു റോഡ് ഷോ. സ്വാഭാവികമായും മുംബൈ പോലുള്ള തിരക്കുള്ള നഗരത്തിൽ ഇത്തരം റാലികൾ ഉണ്ടാക്കുന്ന ട്രാഫിക് ബ്ലോക്കുകൾ ഊഹിക്കാവുന്നതേയുള്ളൂ. ആ സമയത്താണ് കാറിൽ വന്നൊരു സ്ത്രീ തൻ്റെ ക്ഷമ നശിച്ച് പുറത്തിറങ്ങുന്നത്. BJP നേതാവിൻ്റെ വാഹനത്തിനടുത്തേക്ക് അവർ ധൈര്യപൂർവ്വം നടന്നു ചെന്നു. ചുറ്റും പാർട്ടി പ്രവർത്തകരും പോലീസുകാരും ഉണ്ടെന്നത് അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അവർ ആക്രോശിച്ചു, ഗെറ്റ് ഔട്ട്, യു ആർ കോസിങ് എ ട്രാഫിക് ജാം. പുറത്തു പോകൂ, നിങ്ങൾ കാരണം ഇവിടെ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാവുന്നത്. ആ സ്ത്രീയുടെ ദേഷ്യം വെറും വാശിയല്ലായിരുന്നു, മറിച്ച് മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും പ്രതിനിധിയായിട്ടാണ് അവർ സംസാരിച്ചത്. നിങ്ങളുടെ രാഷ്ട്രീയം കാണിക്കാൻ ജനങ്ങളെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന ചോദ്യം ആ വീഡിയോയിൽ അവർ വ്യക്തമാക്കുന്നു. Did you not understand? Did you not understand? No, what is wrong with you? There are hundreds of people waiting. There is an empty ground there. There is an empty ground. Yes. Get out of here. मेरे से कोई बात नहीं करेगा. BJPയുടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള റാലിയായിരുന്നു അത്. അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബിൽ പ്രതിപക്ഷം തടഞ്ഞതിനെതിരെ കൂടിയുള്ള ഒരു മാർച്ച് തന്നെയായിരുന്നു അത്. ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആംബുലൻസുകൾ പോലും കുടുങ്ങിക്കിടക്കാറുണ്ട്. ഈ വീഡിയോ വൈറലായതോടെ വലിയ ചർച്ചകളാണ് ഉയർന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഈ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ രോഷം എന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ ഇത് തിരക്കുകൾക്കിടയിൽ സംഭവിക്കുന്ന ഒറ്റപ്പെട്ട കാര്യമാണെന്നും റാലികൾ ജനങ്ങളിലേക്ക് എത്താനുള്ള മാർഗമാണെന്നും വാദിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. എന്നാൽ വോട്ട് ചോദിച്ചു വരുന്നവർ തന്നെ വോട്ട് നൽകുന്നതിൻ്റെ വഴി തടയുന്ന കാഴ്ച എത്രത്തോളം ശരിയാണ്? ഈ സ്ത്രീ കാണിച്ച ധൈര്യം ഇന്ന് പലർക്കും ഒരു പ്രചോദനമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം ബ്ലോക്കുകൾ കിടന്ന് ശപിക്കാറുണ്ടെങ്കിലും പ്രതികരിക്കാൻ മടിക്കും. എന്നാൽ തൻ്റെ നികുതി പണം കൊണ്ട് നിർമ്മിച്ച റോഡുകളിൽ സമാധാനമായി യാത്ര ചെയ്യാനുള്ള അവകാശം തനിക്കുണ്ടെന്ന് ഉറക്കെ പറയാൻ ആ സ്ത്രീ തയ്യാറായി. ഇത് കേവലം ഒരു പാർട്ടിക്കെതിരെയുള്ള പ്രതിഷേധമല്ല, മറിച്ച് VIP സംസ്കാരത്തോടുള്ള സാധാരണക്കാരൻ്റെ മറുപടിയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചാൽ അവർ പ്രതികരിക്കും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു.